സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിൽ 35ാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ശനിയാഴ്ച. ഗുരുസ്വാമിക്ക് ധർമ്മശാസ്ത്ര പുരസ്കാരം. 2025 വർഷത്തെ കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഡിസംബർ 13-ാം തീയതി വൃശ്ചികം 27. അയ്യപ്പൻ വിളക്ക് മഹോത്സവം 35 വർഷമായി ഇവിടെ നടന്നു വരുന്നു. ഈ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിലേക്ക് 7 ദേശക്കാരുടെയും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് കമ്മിറ്റിക്കാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും അതിലുപരി ക്ഷേത്രം ട്രസ്റ്റിയായ മണ്ണഴി നാരായണ നമ്പൂതിരിപ്പാടിൻ്റെയും എല്ലാവരുടെയും നിറസാന്നിധ്യം സഹകരണവും ഈ അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ചിട്ടുണ്ട്. 7 ദേശത്തെയും ഭക്തജനങ്ങൾ ഇവിടെ നിറഞ്ഞു കവിഞ്ഞ് ഈ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിൽ പങ്കെടുത്ത് എല്ലാവരും ഭഗവതിയുടെയും അയ്യപ്പൻ്റെയും അനുഗ്രഹാശിസ്സുകൾക്ക് പാത്രീഭൂതരാവാറുണ്ട്. പാഞ്ഞാള് അയ്യപ്പൻകാവില് കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ നിറസാന്നിധ്യമുണ്ട്. ആയതുകൊണ്ട് തന്നെ അയ്യപ്പൻകാവ് ഉള്ള ധർമ്മശാസ്താവ് കോഴിമാമ്പറമ്പ് ഭഗവതിയുടെ മകനായിട്ടാണ്. അതുകൊണ്ട് അമ്മയും മകനും ചേർന്ന് ഈ അയ്യപ്പൻ വിളക്ക് മഹോത്സവവും കോഴിമാമ്പറമ്പ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ആഘോഷങ്ങളും ഭംഗിയായിട്ട് നടത്തി തരുന്നുണ്ട്. പ്രശസ്തി ആർജിച്ച ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിലെ 35ാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ശനിയാഴ്ച അതിഗംഭീരമായി നടക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മഹോത്സവത്തോടനുബന്ധിച്ച് വിളക്ക് കമ്മിറ്റി നൽകുന്ന ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം 90 വയസ്സുള്ള ചെറുതുരുത്തി പാലക്കൽ വീട്ടിൽ രാമൻകുട്ടി സ്വാമിക്ക് സമ്മാനിക്കും. 10,001 രൂപയും മൊമന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 15 വയസ്സ് മുതൽ അച്ഛൻ നാരായണൻ ഗുരുസ്വാമിയോടൊപ്പം കന്നിസ്വാമിയായി മല കയറിയ രാമൻകുട്ടി സ്വാമി 75 വർഷം ശബരിമല അയ്യപ്പനെ കാണുകയും നിരവധി തവണ മകരവിളക്ക് കണ്ട് സായുജ്യമടയുകയും ചെയ്ത ഗുരുസ്വാമിയാണ്. 90ാമത്തെ വയസ്സിലും തന്റെ ആചാരങ്ങൾ സംരക്ഷിച്ച് അയ്യപ്പനാമം ജപിച്ച് തളരാതെ അയ്യപ്പൻ വിളക്കെ നിറഞ്ഞു നിൽക്കുന്ന അയ്യപ്പ ഭക്തനായ അദ്ദേഹത്തിന് വിളക്ക് ദിവസം വിളക്ക് പന്തലിൽ വെച്ചാണ് കോഴിമാമ്പറമ്പ് വിളക്ക് കമ്മിറ്റി പുരസ്കാരം നൽകുന്നത്. അന്നേ ദിവസം രാവിലെ മുതൽ വിവിധ പൂജകളും തുടർന്ന് അയ്യപ്പസ്വാമി, ബാവർ സ്വാമി, മാളികപ്പുറത്തമ്മ എന്നിവരുടെ അമ്പലങ്ങളും പള്ളിയും നിർമ്മിക്കുന്ന ചടങ്ങുകളും നടക്കും. തുടർന്ന് ഉച്ചയ്ക്ക് മഹാ അന്നദാനവും വൈകിട്ട് 4 മണി മുതൽ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ നിന്നും 100 കണക്കിന് സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ താലം പിടിച്ച് പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ പാലക്കും എഴുന്നള്ളിപ്പും നടക്കും. തുടർന്ന് ക്ഷേത്രത്തിലെത്തി വിവിധ പരിപാടികളും പുലർച്ചെ വെട്ടും തടവും കഴിയുന്നതോടെ അയ്യപ്പൻ വിളക്കിന് സമാപനമാകും. രക്ഷാധികാരി കൃഷ്ണരാജവർമ്മ, പ്രസിഡന്റ് OK സുന്ദരൻ, സെക്രട്ടറി KK മുരളീധരൻ, ട്രഷറർ ശിവദാസ് TM എന്നിവരും മറ്റ് ഭാരവാഹികളും ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചു. വിളക്കിനോടനുബന്ധിച്ച് ആ ദിവസം ക്ഷേത്രം തന്ത്രി അവരുടെ സാന്നിധ്യത്തിൽ നവകം പഞ്ചഗവ്യം പൂജയും തുടർന്ന് കൂത്തമ്പലത്തിൽ വെച്ച് അയ്യപ്പനെ പ്രതിഷ്ഠിച്ച് കുടിവെക്കലും തുടർന്ന് 4 മണിയോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പങ്ങാവ് ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്ന് പാലക്കൊമ്പ് പഞ്ചവാദ്യത്തിൻ്റെയും മാന ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിൽ 8:30 കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. തുടർന്ന് നൃത്തങ്ങൾ, വെളിച്ചപ്പാട് നൃത്തം, പിന്നെ ആ സമയത്ത് പഞ്ചാരി മേളം ഒരു 6 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തെ മുറ്റത്ത് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നീട് പുലർച്ചയ്ക്ക് പാൽക്കിൻ്റെ എഴുന്നള്ളിപ്പ്, കനൽച്ചാട്ടം, അയ്യപ്പനും ബാവരും വെട്ടും തടവും, അതോടുകൂടി വിളക്ക് സമാപനം.
CCV ന്യൂസ് ചെറുതുരുത്തി.